ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാ അവകാശങ്ങളും സ്വന്തമാക്കുകയാണെന്ന വിദ്വേഷ പരാമർശങ്ങളുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. പി.ജെ. ജോസഫ് ക്രൈസ്തവർക്ക് വേണ്ടി നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആരോപണം. മലപ്പുറം കേന്ദ്രീകരിച്ച് ശരീഅത്ത് രാജ്യം രൂപീകരിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുവെന്ന് ഗുരുതര ആരോപണവുമായി വെള്ളാപ്പള്ളി നടേശൻ. സാമുദായിക സ്പർദ്ധ വളർത്തുന്ന വെള്ളാപ്പള്ളിയെ നിലയ്ക്ക് നിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതര മതസ്ഥരെ വിഷം നിറഞ്ഞ വാക്കുകളാൽ കടന്നാക്രമിക്കുന്നതിലൂടെ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗിനെതിരെ അത്യന്തം രൂക്ഷമായ വിദ്വേഷ പരാമർശങ്ങളാണ് പലകുറിയും അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ഈ വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്ന് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പലകുറി വിമർശനങ്ങൾ ഉയർത്തിയതുമാണ്. തന്റെ വിഷലിപ്ത പ്രതികരണങ്ങൾ വഴി പൊതുസമൂഹത്തിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷമാണ് ഈ സാമുദായിക ആചാര്യൻ തകർക്കുന്നതെന്ന പൊതുവികാരമാണ് എവിടെയും നിലനിൽക്കുന്നത്. എന്നിട്ടും അന്യമതസ്ഥരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന തന്റെ ശൈലി മാറ്റാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ ജനവിഭാഗത്തിനെതിരെയും ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തെയും കടന്നാക്രമിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാവ് പി.ജെ. ജോസഫ് അധികാരത്തിലേറിയപ്പോഴെല്ലാം പിന്നോക്ക ഹൈന്ദവ ജനവിഭാഗങ്ങളെ തഴഞ്ഞ് എല്ലാ മേഖലകളിലും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുകയായിരുന്നുവെന്ന വിധത്തിലുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. UDFന്റെ ഭരണകാലത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളും സ്വന്തം സമുദായ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇഴവർ അടക്കമുള്ള ഹൈന്ദവർ ഉയർന്നു വരുന്നതിനെ തടയുകയും ചെയ്തുവെന്നാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ നടന്ന SNDP യോഗത്തിന്റെ യൂണിയൻ തല ശാഖാ സംഗമത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ കടന്നാക്രമണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിനായി സർക്കാർ നീക്കിവെക്കുന്ന ഫണ്ടുകൾ ചില ന്യൂനപക്ഷ സമുദായങ്ങൾ മാത്രം അടിച്ചുകൊണ്ടു പോവുകയാണെന്ന ഗുരുതര ആരോപണവും വെള്ളാപ്പള്ളി ഉയർത്തിയിട്ടുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി എഴുതിയാണ് പി.ജെ. ജോസഫ് സ്വന്തം സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകിയത്. കാർഷിക രംഗത്ത് വന്ന കോടികളുടെ ഫണ്ടുകളും ഈ വിധത്തിൽ വഴിമാറ്റി തട്ടിയെടുക്കുകയായിരുന്നു. ഇത്തരം വസ്തുതകളെല്ലാം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം നേരത്തെ വെളിപ്പെടുത്തിയതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഈഴവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടുകുത്തി യന്ത്രങ്ങളായാണ് കാണുന്നതെന്നും അതേസമയം കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുത്തത് മറക്കണ്ടെന്നും തന്റെ അണികളെ വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈഴവ ജനവിഭാഗങ്ങളെ അവഗണിക്കുന്നവർക്കൊപ്പമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന വിമർശനവും വെള്ളാപ്പള്ളി ഉയർത്തുന്നുണ്ട്. ചെത്തുകാരന്റെ പണം കൊണ്ടാണ് ഇടതുപക്ഷം വളർന്നത്. എന്നാൽ ഈഴവന്റെ കണ്ണീരൊപ്പാൻ ഒരു സോദരനെയും കാണുന്നതേയില്ല. എല്ലായിടത്തും ഈഴവനെ തഴയുകയാണ്. കോൺഗ്രസിൽ ഒരു ഈഴവ MLA മാത്രമേയുള്ളൂ. അത്യധികം നീചമായ അവഗണന ഈഴവർ നേരിടുമ്പോൾ വോട്ട് ബാങ്ക് ചൂണ്ടിക്കാട്ടി മറ്റ് സമുദായങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ്. ഇതിനെതിരെ സമുദായം ജാഗ്രത പുലർത്തണം. ഈ വിധത്തിലായിരുന്നു വിദ്വേഷ പരാമർശങ്ങളുടെ പോക്ക്. ഇതിനു മുമ്പ് മലപ്പുറം ജില്ലയ്ക്കെതിരെ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും പ്രത്യേകം ചിലരുടെ സംസ്ഥാനമാണെന്നും ഇവിടെ സ്വതന്ത്രമായി ശ്വസിച്ചും സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞും ജീവിക്കാനാവില്ല. ഈ മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാമൊഴികൾ. മലപ്പുറത്തെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂവെന്നും പിന്നോക്കക്കാർക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലെന്നും സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഒരു ഗുണഫലം പോലും മലപ്പുറത്തെ പിന്നോക്കക്കാർക്ക് ലഭിച്ചിട്ടില്ലെന്നും മലപ്പുറത്ത് മുസ്ലിം ലീഗുകാർ അവരുടെ രാജ്യം സൃഷ്ടിച്ച് ശരീഅത്ത് നിയമം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും നോമ്പുകാലത്ത് ഒരു പെട്ടിക്കട തുറക്കാൻ പോലും അനുവദിക്കില്ലെന്നുമെല്ലാം വെള്ളാപ്പള്ളി വെച്ചുകാച്ചിയത് വ്യക്തമായ ഒരു തെളിവും ഇല്ലാതെയായിരുന്നു. വിവിധ സമുദായങ്ങൾക്കിടയിൽ ബോധപൂർവം അകൽച്ച സൃഷ്ടിക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന വിധത്തിൽ ശക്തമായ പ്രതികരണമാണ് അന്നുയർന്നത്. എന്നിട്ടും തന്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. വെള്ളാപ്പള്ളി ഇപ്പോൾ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ അവിചാരിതമോ ആകസ്മികമായി സംഭവിച്ചതോ അല്ല. വളരെയധികം ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് വെള്ളാപ്പള്ളി ഈ വിധം പരാമർശങ്ങൾ നടത്തിയത് എന്നത് വ്യക്തം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും തൊട്ടടുത്തെത്തി നിൽക്കെ തന്റെ സാമുദായിക പിൻബലവും വോട്ട് ബാങ്കും എല്ലാം ഉയർത്തിക്കാട്ടി വിലപേശൽ രാഷ്ട്രീയം തന്നെയാണ് വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത്. ക്രൈസ്തവ വിഭാഗത്തിനെതിരെയും മുസ്ലിം ജനതയ്ക്കെതിരെയും ഈ വിധത്തിൽ അസംബന്ധ പ്രചരണം നടത്തിയിട്ടും പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പരസ്യ വിമർശനത്തിന് പോലും ഇനിയും തയ്യാറായിട്ടില്ല എന്നതും കാണേണ്ടതുണ്ട്.
ഈ വിധത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ തുടരെ നടത്താൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യം നൽകുന്നതും ഈ വിധം രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ്. സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നുകൊണ്ടാണ് ഈ സാമുദായിക നേതാവ് ഈ വിധത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറെ വിചിത്രം. വെള്ളാപ്പള്ളിക്ക് മൂക്കുകയറിടാൻ ഇനിയും വൈകരുതെന്ന പൊതുവികാരമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്.